നെയ്യാറ്റിൻകര ഉദിയംകുളങ്ങര സെൻറ് മേരീസ് ദേവാലയത്തിൽ ബസാലയിൽ എന്ന പേരിൽ ദൃശ്യവിരുന്നൊരുക്കി. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ വിശുദ്ധ ബൈബിളിൻ്റെ ചരിത്രത്തിലൂടെ കടന്നുപോയ 101 ദൈവ നിയോഗ കഥാപാത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ദൃശ്യവിരുന്നൊരുക്കിയത്. കർത്താവ് വീണ്ടും വരും എന്ന മഹത്തായ പ്രത്യാശ പങ്കുവച്ചുകൊണ്ടാണ് ഈ മെഗാ ഇവൻ്റ് അവസാനിച്ചത്. ഇടവക വികാരി ഫാദർ രതീഷ് മാർക്കോസിൻ്റെ നേതൃത്വത്തിലാണ് ബസാലയിൽ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ബസാലയിൽ ടീം അംഗങ്ങളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും കോൺവെൻറ്റ് കന്യാസ്ത്രീമാരും വിവിധ വേഷങ്ങൾ അണിഞ്ഞു. തിരുനാളോത്സവം ഈ മാസം 31 അവസാനിക്കും. ദൈവത്തിൻ്റെ തണൽ എന്നാണ് ബസാലയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ബസാലയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ തണലിൽ എന്നതാണ്. എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തണലിൽ വസിച്ച 101 ബൈബിളിലെ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു 101 എന്നുള്ള സംഖ്യ ഞങ്ങൾ എടുക്കാൻ തന്നെ കാരണം ഞങ്ങളുടെ ദേവാലയം ഇവിടെ വന്നിട്ട് 101 വർഷം തികയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ ഒരു 101 കഥാപാത്രങ്ങളെ ബൈബിളിൽ ദൈവത്തിൻ്റെ തണൽ വസിച്ച 101 കഥാപാത്രങ്ങളെ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഇടവക്കാർ തന്നെയാണ് ഇതിലെ മുഴുവൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. എല്ലാ വർഷവും വ്യത്യസ്തമായ ഒരു ആഘോഷം ഒരുക്കാറുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തവണ ഈ 101 വാർഷികത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കുറച്ച് വിപുലമായി അങ്ങനെയാണ് വരുന്നത്. തീർച്ചയായും 101 അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇടവക തീർച്ചയായിട്ടും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ സമയത്തും പുതിയ പുതിയ ആശയങ്ങളും ഒപ്പം തന്നെ യുവജനങ്ങൾക്കും എല്ലാവർക്കും ഇടവക കുടുംബമാകുമ്പോൾ എല്ലാവരെയും തിരുനാളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ എല്ലാവരും ഈ ഒരു ഓരോ പ്രോഗ്രാമത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഞങ്ങളുടെ എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നത്. സ്നാപകയുഗം തന്നെ ശിഷ്യജനത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മേൽപ്പെടുത്തക്കാരനായിരുന്നു. സബദിന്റെ പുത്രനായ യാക്കോബ് അൽഫായ് എന്ന വ്യക്തിയുടെ പുത്രനായ യാക്കോബിനെ കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ട്. യേശുവിന്റെ അമ്മ മറിയത്തിന്റെ സഹോദരി മേരിയുടെയും ക്ലെമഫാസിന്റെയും മകനായിരുന്നു യൂദാസ്. അന്ത്യത്താളുകളിൽ യേശുവിനോട് ചോദ്യം ചോദിച്ച ശേഷം സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നവൾ ഇപ്പോൾ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നു. യേശുവിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ലാസർ രോഗബാധിതനാകുമെങ്കിലും യേശുവിനെ അറിയിക്കുന്നു. അവൻ പലവിധ ശുശ്രൂഷകളും ഒഴികെ ദിവ്യചിത്തനായിരുന്നു. സേവനവും വിശ്വാസവും കാര്യങ്ങളിൽ വ്യാപൃതിയായിരിക്കുമ്പോൾ മറിയം സഹായിക്കാത്തതിൽ യേശുവിനോട് പരിഭവം പറയുന്നു. അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നാണ് യേശു നൽകുന്ന മറുപടി. ആയിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സംശയത്തിന്റെ കനൽ പുകയുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ഭാഗ്യാർത്ഥം യേശുവിനെ അനുഗമിക്കുകയും തന്റെ സമ്പത്തിൽ നിന്നും ദാനം ചെയ്ത സ്ത്രീകളിൽ ഒരാളായിരുന്നു യോഹന്ന. സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുന്ന ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. ജെറുസലേം സുഹൃത്തിന്റെ തീരുമാനങ്ങൾ അന്ത്യോക്യയിൽ അറിയിക്കുന്നതിനായി അയക്കപ്പെടുന്നത് സീലാസിനെയും യൂദാസിനെയുമാണ്. വിശ്വസ്ത ക്രിസ്ത്യാനിയുമായിരുന്നതിനാൽ ചെറുപ്പം മുതൽ അവൻ തിമോത്തിയോസിനെ തിരുവെഴുത്തുകൾ പഠിപ്പിച്ചു. ഭർത്താവും കൂടാരം തൊഴിൽ തൊഴിലാളികളായിരുന്നു. പൗലോസും അതേ തൊഴിൽ ചെയ്തുകൊണ്ട്